കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോർജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പൂരി ബാജിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകൾ ചാനലിലുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൂരി ഭാജിക്കായി ആദ്യം സബ്ജി തയ്യാറാക്കാം. അതിനായിട്ട് 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി സ്കിൻ ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. മുഴുവൻ പേസ്റ്റ് ആയിട്ട് പോകാതെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കിടക്കുന്ന വിധത്തിൽ വേണം നമുക്കിത് ചെയ്തെടുക്കുവാൻ. ഇനി ഫ്രൈ പാൻ ചൂടാവുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇടുകയാണ്. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളകും കൂടി കീറിയതും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വളരെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂണും ചതച്ചെടുത്ത വെളുത്തുള്ളി 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു വലിയ സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് വാടി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ഉരുളക്കിഴങ്ങാണ് നമ്മൾ പുഴുങ്ങിയെടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരല്പം മല്ലിയില ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കാം. അതുപോലെ ഒരു 2 നുള്ള് ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് വിതറി കൊടുക്കാം. ഇനി ഇത് കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി റെഡിയായി കഴിഞ്ഞു. ഉരുളക്കിഴങ്ങായതുകൊണ്ട് കുറച്ച് ലൂസായി തന്നെ നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് കുറച്ചു നേരം ഇരിക്കുമ്പോൾ വീണ്ടും കുറുകി വരുന്നതാണ്. ഇനി പൂരി തയ്യാറാക്കാം. പൂരിക്ക് വേണ്ടി നേരത്തെ മാവ് കുഴച്ചു വെച്ചിരുന്നു. നന്നായി കുഴച്ചതിന് ശേഷം മാവിൻ്റെ പുറത്ത് കുറച്ച് എണ്ണയെല്ലാം പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ഇത് കുഴച്ചിട്ടുള്ളത്. വളരെ ഈസിയായിട്ട് എങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാം എന്ന് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. ഒരു 3 കപ്പ് ഗോതമ്പ് മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കുകയാണ്. അതുപോലെ ഇത് ഗോതമ്പിൽ ഒരല്പം ഉപ്പ് മാത്രം ചേർത്ത് വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കുകയാണ്. വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഇപ്പോൾ പൂരിക്കുള്ള ബോളുകളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി പൂരി പരത്തുമ്പോൾ ആദ്യം തന്നെ പലകയിൽ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ബോൾ വെച്ച് ഇതുപോലെ ഓയിൽ പുരട്ടിയതിന് ശേഷം ചെറുതായി ഇങ്ങനെ പരത്തിയെടുക്കാം. ഒരുപാട് അമർത്തി പരത്തുവാനായിട്ട് പാടില്ല. ഇതുപോലെ സോഫ്റ്റായിട്ട് പരത്തിയെങ്കിൽ മാത്രമേ പൂരി നന്നായി പൊങ്ങി വരികയുള്ളൂ. ഇനി ഈ പരത്തിയ മാവ് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്റ്റെയിനർ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം പൂരി ഇതുപോലെ നന്നായി പൊങ്ങി വരും. അത് മറിച്ചിട്ട് 2 സൈഡും ബോയിലായതിനു ശേഷം ഇത് കോരിയെടുക്കാം. ഇപ്പോൾ ഈ പൂരി റെഡിയായി കഴിഞ്ഞു. വീണ്ടും നമുക്ക് ഈ ബോൾ പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായി എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം വളരെ സോഫ്റ്റായിട്ട് തന്നെ, ഒരുപാട് പ്രസ്സൊന്നും ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കുക. അതുപോലെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിന് നല്ല ചൂടുണ്ടാകണം.
ചൂട് കുറവാണെങ്കിൽ ഇതുപോലെ പൊങ്ങി വരുവാനും സാധ്യതയില്ല. അതുപോലെ പൂരിയിൽ ഒരുപാട് എണ്ണ പിടിച്ചിരിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ചൂടിൽ വേണം നമ്മളിത് ഇട്ട് പൊരിച്ച് എടുക്കുവാനായിട്ട്. അപ്പോൾ ഈ പൂരിയും ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വാങ്ങി കഴിക്കാറുള്ള ഈ പൂരി ഭാജി വളരെ എളുപ്പം തന്നെ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.